ബജറ്റ് ചർച്ചയിൽ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. ഉന്നതർക്ക് വേണ്ടി തയ്യാറാക്കിയ ബജറ്റിൽ സാധാരണക്കാരെക്കുറിച്ച് പരാമർശമില്ല. രാജ്യത്തെ ജനങ്ങൾ ഭയപ്പാടോടെയാണ് കഴിയുന്നത്. 6 പേരടങ്ങുന്ന സംഘമാണ് രാജ്യത്തെ ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നതെന്നും മോദിയും അദാനിയും അംബാനിയുമാണ് രാജ്യത്തെ നിയന്ത്രിക്കുന്നതെന്നും വിമർശനം. രാഹുലിന്റെ പരാമർശങ്ങൾക്കിടെ ഭരണപക്ഷവും സ്പീക്കറും പ്രകോപിതരായി രംഗത്തെത്തി. कुरुक्षेत्र में एक युवा को, अभिमन्यु को 6 लोगों ने चक्रव्यूह में मारा था। 6 चक्रव्यूह में फंसाकर मारा था। सर, चक्रव्यूह के अंदर डर होता है, हिंसा होती है, और अभिमन्यु को चक्रव्यूह में फंसाकर, ट्रैप कर 6 लोगों ने मारा। मैंने चक्रव्यूह के बारे में थोड़ी रिसर्च की और पता लगा कि चक्रव्यूह का एक दूसरा नाम होता है पद्मव्यूह, मतलब लोटस फॉर्मेशन। तो जो चक्रव्यूह होता है स्पीकर सर, वो लोटस के शेप में होता है, कमल के फूल के शेप में होता है। 21वीं सदी में सर एक नया चक्रव्यूह तैयार हुआ है। ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. ശ്രീജിത്ത്, മോദി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മളിന്ന് സഭയിൽ അക്ഷരാർത്ഥത്തിൽ കണ്ടത്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊതുവെ ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരം തന്നെയാണ് ഇന്ന് സഭയിൽ അലയടിച്ചതെന്ന് തന്നെ കരുതേണ്ടി വരുമോ? തീർച്ചയായും ആതിര, കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായി നടത്തിയ ആദ്യ പ്രസംഗത്തിന്റെ തനി തുടർച്ചയാണ് ഇന്നും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയത്. പ്രധാനമന്ത്രിയെ നേരിട്ടും BJPയെ കടന്നാക്രമിച്ചും കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചുമാണ് ഇന്നത്തെ ബജറ്റ് ചർച്ചയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. നമുക്കറിയാം, ബജറ്റിനെതിരായ വിമർശനങ്ങൾ എണ്ണി അക്കമിട്ട് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി പ്രസംഗം ആരംഭിച്ചത്. അത് മധ്യവർഗത്തിന് ബജറ്റിൽ യാതൊന്നുമില്ല, കർഷകർക്ക് എന്ത് ഗ്യാരണ്ടിയാണ് ഈ ബജറ്റിൽ ഉണ്ടായത്, രാജ്യത്തെ തകർക്കുന്ന, രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ ഒരു ബജറ്റാണ് അവതരിപ്പിച്ചത്. യുവാക്കളെ സംബന്ധിച്ച് ബജറ്റിൽ യാതൊരു പ്രഖ്യാപനങ്ങളുമില്ല. രാജ്യം അതിരൂക്ഷമായ തൊഴിലില്ലായ്മ നേരിടുമ്പോൾ അത് പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളില്ല. ഒപ്പം യുവാക്കൾക്കായി പ്രഖ്യാപിച്ച ഇൻസെന്റീവ് പദ്ധതിയെ പരിഹസിച്ചുമാണ് രാഹുൽ ഗാന്ധി പ്രസംഗം ആരംഭിച്ചത്. അതോടൊപ്പം സ്ത്രീകൾ, കർഷകർ, അവർക്കും യാതൊരുവിധ പരിഗണനയും ഈ ബജറ്റിൽ ഉണ്ടായില്ല. കർഷകർക്ക് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടില്ല, മിനിമം ഗ്യാരണ്ടി ഇല്ലാത്ത ബജറ്റാണിത് തുടങ്ങിയ പ്രശ്നങ്ങൾ ബജറ്റിനെതിരെ നടത്തുമ്പോഴും അതിനൊപ്പം കേന്ദ്ര സർക്കാരിനെയും BJPയെയും പ്രധാനമന്ത്രിയെ നേരിട്ടും കടന്നാക്രമിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായി എന്നുള്ളതാണ് ഈ ബജറ്റ് പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം, അദാനി, അംബാനി എന്നീ പേരുകൾ പറയരുത് എന്ന് രാഹുൽ ഗാന്ധിയോട് BJP പല രൂപത്തിൽ ആവശ്യപ്പെട്ടിരുന്നതാണ്. അത് കോടതി വരെ കയറിയ വിഷയമാണ്. അതേ പേരുകൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഇത്തവണ പേരുകളുടെ എണ്ണം കൂട്ടി എന്നുള്ളതാണ് വസ്തുത. A1, A2 എന്ന് പറഞ്ഞുകൊണ്ടാണ് അദാനി, അംബാനി, മോഹൻ ഭഗവത് അടക്കമുള്ള ആളുകളാണ് രാജ്യത്തെ നിയന്ത്രിക്കുന്നത്. BJP ഉയർത്തിയ ചക്രവ്യൂഹത്തിന് നടുവിൽ നിന്ന് രാജ്യം ശ്വാസമുട്ടുകയാണ്. ജനം ജീവിക്കുന്നത് ഭയപ്പാടിലാണ്. ഈ രാജ്യത്തെ ജനത്തിന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. സാമ്പത്തികമായി രാജ്യത്തെ തകർക്കുന്ന ബജറ്റും സർക്കാരുമാണ് രാജ്യം ഭരിക്കുന്നത് തുടങ്ങിയ അതിരൂക്ഷമായ വിമർശനങ്ങൾക്കൊപ്പം ചക്രവ്യൂഹം എന്ന പദം അത് പത്മവ്യൂഹത്തിലേക്കും താമരയിലേക്കും ചൂണ്ടുന്ന രൂപത്തിലാണ് രാഹുൽ ഗാന്ധി പ്രസംഗത്തെ കൊണ്ടുപോയത്. ഹൽവ സെറമണി, ബജറ്റിന് മുമ്പ് നമുക്കറിയാൻ നടത്തുന്ന ഹൽവ സെറമണിയുടെ ഫോട്ടോ ഉയർത്തി കാണിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചു. ശ്രീജിത്ത്, മറ്റൊരു പ്രസക്തമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് ഒരു കടുത്ത വിവേചനം ഈ ബഡ്ജറ്റിൽ പ്രകടിപ്പിച്ചു എന്നൊരു വിമർശനം രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്നു. അതിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? തീർച്ചയായും ഇന്ത്യ സഖ്യം ഒന്നാകെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കും വേണ്ടി ഒരേ സ്വരത്തിലാണ് സംസാരിച്ചത്. ബജറ്റിൽ BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് യാതൊരുവിധ പ്രഖ്യാപനങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ടായില്ല എന്നുള്ളത് വലിയ വിമർശനം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഉണ്ടായതാണ്. DMK, CPIM അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായി. മുഖ്യമന്ത്രിമാർ നീതി ആയോഗിൽ പങ്കെടുക്കുന്നതിന് പിന്മാറുന്നു. ഈ സാഹചര്യത്തിൽ നടത്തിയ ആദ്യ പ്രസംഗത്തിൽ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി, BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി, BJP ഇതര സംസ്ഥാനങ്ങൾക്ക് വേണ്ടി അവർക്ക് പാർലമെന്റിൽ ബജറ്റിൽ ഒന്നും പ്രഖ്യാപിക്കാത്തതിനെ കുറിച്ച് വലിയൊരു എണ്ണിയുള്ള, നമുക്കറിയാം രാഹുൽ ഗാന്ധി വെറുതെ ഒരു വാക്കാൽ നടത്തിയ വാചക കസത്തല്ല, വ്യക്തമായി എണ്ണി ഓരോ കാര്യങ്ങളും എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മധ്യവർഗത്തിന് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, എല്ലാം വേണ്ടി ഈ ബജറ്റിൽ എന്ത് പ്രഖ്യാപനങ്ങളുണ്ടായി, ബജറ്റ്
നിൽക്കാം എന്നുള്ള രൂപത്തിൽ വ്യക്തമായ കണക്കുകളോടെ കാര്യങ്ങളോടെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗം നടത്തിയത്. അതിനൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പ്രസംഗത്തിലേക്കും രാഹുൽ ഗാന്ധി വന്നു. ഹൽവ സെറമണി നടത്തിയ ധനമന്ത്രി ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് ഒരു ഹൽവ പോലും വാങ്ങാനുള്ള അവസ്ഥ ഉണ്ടാകുന്ന രൂപത്തിലല്ല ബജറ്റ് അവതരിപ്പിച്ചതെന്നാണ് പ്രഖ്യാപിച്ചത്. ഇതോടുകൂടി സ്പീക്കർ ശുഭിതനായി. സ്പീക്കർ 2-3 തവണയാണ് ശുഭിതനായത്. അതായത് അദാനി അംബാനി പേരുകൾ ഇവിടെ പരാമർശിക്കേണ്ടതില്ല, അദാനി അംബാനി പാർലമെന്റിലുള്ളവരല്ല, അവരുടെ പേരുകൾ പരാമർശിക്കരുത് എന്ന രൂപത്തിൽ സ്പീക്കർ ഇടപെട്ടു. ഒപ്പം മന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, കിരൺ റിജിജു എന്നിവർ സർക്കാരിന് വേണ്ടി ഇടപെടുകയും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഇടപെട്ട് സംസാരിക്കുകയും ചെയ്തു. ഇതൊരു രാഷ്ട്രീയ പ്രസംഗം മാത്രമാണെന്നാണ് രാജ്നാഥ് സിംഗ് ആരോപിച്ചത്. അതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത ഈ ബജറ്റിൽ ജാതിയുണ്ട് എന്നൊരു ഒരു പ്രസ്താവന കൂടി അദ്ദേഹം നടത്തി. പിന്നോക്ക വിഭാഗങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്ന ബജറ്റായിരുന്നു ഇത്. ബജറ്റ് തയ്യാറാക്കിയത് 20 ഉദ്യോഗസ്ഥരാണ്. ഈ 20 ഉദ്യോഗസ്ഥരിൽ ദളിത് പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ആരും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ ആ വിഭാഗങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നൊരു പ്രഖ്യാപനവും പ്രസ്താവനയും രാഹുൽ ഗാന്ധി ബജറ്റ് പ്രസംഗത്തിൽ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള. ശരി ശ്രീജിത്ത്, കേന്ദ്ര ബഡ്ജറ്റ് ചർച്ചയിൽ സഭ കലുഷിതം. 3ാം മോദി സർക്കാരിന്റെ ബഡ്ജറ്റിനെ വിവേചനപരമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ സഖ്യം പാർലമെന്റിൽ പ്രതിഷേധിച്ചത്. അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ കുരുക്കിയതുപോലെ ഇന്ത്യയെ ചക്രവ്യൂഹത്തിൽ അദാനിയും അംബാനിയും ചേർന്ന് കുരുക്കിയെന്നാണ് രാഹുൽ ആരോപിച്ചത്. വിശദാംശങ്ങളുമായി ചേർന്നത് ശ്രീജിത്ത്.